സിനാ അതിർത്തിയിൽ ഈജിപ്ത് സൈനിക വിന്യാസം നടത്തുന്ന വിവരം പുറത്തു വന്നു. ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈജിപ്തിന്റെ മേഖലയാണ് സിനാ താഴ്വാരങ്ങളും സിനാ പർവ്വത നിരകളും. ആ മേഖല മുഴുവനും ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കിലോമീറ്ററോളം വൈദൂരമാണ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഈ താഴ്വാരങ്ങളിലും ഈ മരുഭൂമിയിലേക്കുമാണ് ഗസക്കാരെ മാറ്റണം എന്ന് ഇതിനു മുൻപ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് കരാറുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. UN സഭയിൽ ഈജിപ്ത് നൽകാനുള്ള സംഖ്യ, അമേരിക്കക്ക് ഈജിപ്ത് നൽകാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ എഴുതി തള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ സഹായിക്കാം എന്നൊക്കെ ചില കരാർ വ്യവസ്ഥകളൊക്കെ നൽകുകയും എന്നാൽ അതൊന്നും അംഗീകരിക്കാതിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈജിപ്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധവും നയതന്ത്ര ബന്ധങ്ങളും ഉള്ള രാജ്യങ്ങളാണ്. എന്നാൽ ഈ ഒക്ടോബർ 7 തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് ഇവരുടെ ബന്ധങ്ങൾ അത്ര നല്ലതല്ല. ഗസയുമായിട്ട് ബന്ധപ്പെട്ട റഫ അതിർത്തിയുടെ ഒരു ഭാഗം ഈജിപ്തിന്റെ മേഖലയാണ്. ആ മേഖല ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുകയും ആ മേഖലയിൽ ആധിപത്യം ഉണ്ടാവുകയും ഫലസ്തീനികളെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളും കുറെ വിവാദങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പൊ എന്നാൽ സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സംഘർഷാവസ്ഥയുള്ള ഒരു രീതിയിലേക്ക് വരുന്നു. ഏറെക്കുറെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഗസയായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ സമ്പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ അത് അവസാനിക്കാതെ വരുമ്പോൾ മേഖലാ യുദ്ധമായിട്ട് അത് പരിണമിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ അതിർത്തി മേഖലയിൽ സാധാരണഗതിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മരുഭൂമി പ്രദേശമായിട്ടാണ് സിനയുടെ താഴ്വാരങ്ങൾ അറിയപ്പെടുന്നത്. അതിർത്തിയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒറ്റപ്പെട്ട പെട്രോളിയം കാര്യങ്ങളൊക്കെ മാത്രമേ ഈജിപ്ത് ആ മേഖലയിലേക്ക് ഉണ്ടാക്കാറുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ വലിയ സഹകരണമായതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമങ്ങളോ അതിർത്തി കയ്യേറ്റങ്ങളോ ഉണ്ടാവാറില്ല. 1967 നടന്ന ഒരു യുദ്ധവും അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അങ്ങനെയാണ് ഗാസ പിടിച്ചെടുത്തത്. ഗാസ അന്ന് ഈജിപ്തിന്റെ ഭാഗമായിരുന്നു. അത് പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് സംഘർഷാവസ്ഥയായി ഇന്നത്തെ സാഹചര്യത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഈജിപ്ത് പറയുന്ന കാര്യം ഇതാണ്: പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളും തങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്ന പ്രവൃത്തികൾ അമേരിക്ക ചെയ്യുന്നു. ഇതൊക്കെ ഒരു സൂചനയായിട്ട് മനസ്സിലാക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ ഈജിപ്തിനെ സാരമായിട്ട് അത് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് യുദ്ധത്തെയും നേരിടാൻ മാത്രം തങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് ഈജിപ്തിന്റെ സൈനികരുടെ കടമയാണ്. ആ കാര്യം കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേഖലയിൽ തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആയുധ പ്രാക്ടിക്കലൊക്കെ അവിടെ നടക്കും. സൈനിക പ്രാക്ടിക്കൽ നടക്കുന്നുണ്ട് എന്നാണ്. ആകാശ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററും യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നും ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ്. ഇതിന്റെ മറ്റൊരു രൂപം പറയുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കുകയും ഈജിപ്തിൽ സ്ഫോടനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്ങൾക്ക് അത് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ക്ഷമാപണം നടത്തുകയും ചെയ്തു. സിറിയയിലേക്ക് പോയിരിക്കുന്ന മിസൈലാണ് നിങ്ങളുടെ ഭൂപ്രദേശത്ത് വീണത്. ആ ഭൂപ്രദേശത്ത് വീണതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ലക്ഷ്യം തകർന്നിട്ടാണ്, മരുഭൂമിയിലാണ് വീണത്. വലിയ നഷ്ടങ്ങളും നാശങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ സ്ഫോടനത്തോടു കൂടി ഈ മിസൈൽ തകർന്ന് കത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈജിപ്ത് മറുപടിയും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു എന്ന് ചില പ്രാദേശിക മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് പിന്നീട് വലിയ വിവാദമായി. അത് പറയുന്ന കാര്യം, ഇസ്രായേൽ ഈജിപ്തിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ആ ഭൂമിയിലേക്ക് അവർ സ്ഫോടനം നടത്തിയിരിക്കുന്നു. എന്നിട്ട് അവർ മാപ്പ് പറയും. മാപ്പ് പറയാൻ സ്വാഭാവികമായി യൂറോപ്യന്മാരും അമേരിക്കൻ ബ്രിട്ടനൊക്കെ ഈ മാപ്പ് പറയാന്നുള്ളത് അവർ കൂടപ്പുറപ്പാണ്. അവർ എല്ലാവിധ മാരകമായിരിക്കും യുദ്ധം ചെയ്താലും ഏറ്റവും ഒടുവിൽ സോറി പറഞ്ഞ് അവസാനിപ്പിക്കും. അത് ഇറാഖിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു വലിയൊരു വിഷയം അന്നും ഉണ്ടായിരുന്നു. അത് ആണവായുധ സാമഗ്രികളും സംവിധാനങ്ങളും ഇറാഖിന്റെ അകത്തുണ്ട് എന്നുള്ളത് അത് പരിശോധന നടത്തണം എന്നുള്ള പ്രമേയം UN സഭയിൽ പാസാക്കി, UN സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തിട്ട് അന്വേഷണം നടത്തി. 2-3 ഘട്ടങ്ങളിൽ ഇറാഖിന്റെ ബാഗ്ദാദുമായി കേന്ദ്രീകരിച്ച് ബസറയുമായിട്ട് കേന്ദ്രീകരിച്ചൊക്കെ വലിയ അന്വേഷണം നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ബ്രിട്ടൻ UN സഭയിൽ അവതരിപ്പിച്ചു. പിന്നീട് ബ്രിട്ടൻ അത് തിരിച്ചു പറഞ്ഞു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം അത് തിരുത്തി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല, ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് ക്ഷമിക്കണം, സോറി പറഞ്ഞിട്ട് അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയറാണ് UN സഭയിൽ ഈ പ്രമേയം പറയുന്നത്, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇസ്രായേലിനുമുണ്ട്. അക്രമം നടത്തിയിട്ട് വേഗം സോറി പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുക രീതി. അതാണ് ഈജിപ്തിന്റെ ഭൂമിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ മിസൈൽ വിടുകയും ആ മിസൈൽ വലിയ സ്ഫോടന ശബ്ദത്തോടു കൂടി തകരുകയും ചെയ്തു.
ആ തകർന്നതോടനുബന്ധിച്ച് അത് സിറിയയിലേക്കോ അല്ലെ മറ്റേതെങ്കിലും പ്രദേശത്തേക്കോ ഇട്ടതാണ്. ലെബനാന്റെ പേര് അതിൽ പറയുന്നുണ്ട്. ലെബനാൻ സിറിയ ലക്ഷ്യമാക്കിക്കൊണ്ട് പറന്നിരുന്ന തങ്ങളുടെ ഒരു മിസൈൽ അത് അപ്രതീക്ഷിതമായ രീതിയിൽ ലക്ഷ്യം തകർന്നുകൊണ്ട് ഈജിപ്തിന്റെ മരുഭൂമിയിൽ വീണ് തകർന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് അന്ന് അവരെ പറഞ്ഞതിന്റെ കാര്യം. പക്ഷേ ഇത് ഈജിപ്ത് അത് അംഗീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. കാരണം യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലാകുന്ന സമയത്ത് തങ്ങൾ സംസാരിക്കുന്നത് യുദ്ധരീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വലിയ പ്രയാസം ഈജിപ്തിനും ഉണ്ടാവും, രാജ്യത്തും വലിയ രീതിയിലുള്ള വിഷയം ഉണ്ടാവും എന്ന് മാത്രമല്ല, അവിടെ ഭരണം നടത്തുന്ന സിസി എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നോമിനിയാണ്. അങ്ങനെ ആ സമയത്ത് ആ ഭരണത്തിൽ ആ രാജ്യത്തിനകത്ത് എന്തെങ്കിലും ആഭ്യന്തര വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ട് ഭരണം അട്ടിമറിക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നതിനാൽ ഏറെക്കുറെ ശാന്തനായി നിൽക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ പിൽക്കാലത്ത് പിന്നീടുള്ള ഘട്ടങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ജനങ്ങൾ പൊതുവെ അല്ലെങ്കിൽ മൊത്തത്തിൽ ഭരണത്തിനെതിരെ ഫലസ്തീൻ അനുകൂലമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തിനാണ് നിങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിരിക്കുന്ന നിലപാട് എടുക്കേണ്ടത്? നമ്മൾ അവർക്കെതിരാണ്, നമ്മൾ നിൽക്കേണ്ടത് ഫലസ്തീനോടൊപ്പമാണ്. നിങ്ങളത് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വലിയ രീതിയിൽ സംസാരിക്കണം എന്നുള്ള അഭിപ്രായം ഇസ്രായേലിന്റെ അകത്തുണ്ടായി. അത് സൈനികർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. സൈനികർ എന്ന് പറയുന്ന സമയത്ത് ഒരു മുസ്ലിം രാജ്യമാണ്. അതിൽ ഏകദേശം 85-90% മുസ്ലിങ്ങൾ തന്നെയാണ് സൈനിക മേധാവികളായിട്ട് ഉണ്ടാവുകയും ചെയ്യുക. അവർ അവരുടേതായിരിക്കുന്ന അഭിപ്രായം പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാത്ത ഒരു സാഹചര്യങ്ങൾ വന്നാൽ യഥാർത്ഥത്തിൽ സൈനികർക്ക് ഒരു രാജ്യത്തെ അട്ടിമറിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഉറപ്പാണ്. നമ്മൾ പക്ഷേ ഇവിടെ ബംഗ്ലാദേശിൽ കണ്ടതാണ്. ഭരണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കാലിദാസിയെ വളരെ പെട്ടെന്നാണ് സൈനികർ അട്ടിമറിച്ചുകൊണ്ട് രാജ്യം വിട്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. സിറിയയിൽ നമ്മൾ കണ്ടതാണ്. ബഷർ അസദിനെ എന്താ ചെയ്തത്? യഥാർത്ഥത്തിൽ സൈനികരാണ് അട്ടിമറിച്ചത്. ഞങ്ങൾ സുരക്ഷിതത്വം നൽകില്ല എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സൈനികർ തന്നെയാണ്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ പാകിസ്ഥാനിൽ സ്ഥിരം എന്ന് പറഞ്ഞാൽ നിത്യേന എന്ന് പറഞ്ഞാൽ നടക്കുന്ന സംഭവമാണ്. സൈനികർ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ളത്. സിയാവുലൊക്കെ ആണെങ്കിലും നവാസ് ഷെരീഫ് ആണെങ്കിലും ഒരു ബേനസീറിന്റെ ഭൂട്ടോയുടെ കാലത്താണെങ്കിലും ഒരു 5-8 ഭരണാധികാരി എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ സൈനികപരമായ രീതി അട്ടിമറിക്ക് വിധേയമാക്കപ്പെട്ടവരാണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പൊ ജയിലിലാണ്. ആ വിഷയം നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതികളൊക്കെ നിലനിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇത് ലോകത്തൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ സിസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉൾഭയം ഉണ്ടായി എന്ന് പറഞ്ഞത് പാലസ്തീനെതിരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നിലപാടെടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടാവും. തിരിച്ചടി പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ പിന്നീട് ഭരണത്തിൽ താഴെ പോകുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യും, മരണം വരെ സംഭവിക്കും. 37 വർഷത്തോളം ഭരണം നടത്തിയായിരുന്നു ഹുസ്നി മുബാറക് ഈജിപ്തിൽ. പിന്നീട് ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം അവിടെ വന്നതോടുകൂടി പിന്നീട് ഹുസ്നി മുബാറക്ക് രാജ്യത്തെ ഒറ്റുകാരനെ പോലെയാണ് പിന്നെ കണ്ടത്. അഴിമതി നടത്തി ഒരുപാട് കേസുകൾ, ഏകദേശം 64 കേസുകളോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി. ഒടുവിൽ മാനസികമായ പ്രയാസം ഉണ്ടായി, ശാരീരിക അസ്വസ്ഥത ഉണ്ടായി, അയാൾ ബോധം കെട്ടു വീണു. പിന്നീട് കോടതിയിലേക്കൊക്കെ അയാളെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത്. അങ്ങനെ രോഗിയായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത്. ഇതൊക്കെ ലോകത്തിന്റെ മുൻപിലുള്ള ചിത്രങ്ങളാണ്. അങ്ങനെ ജനങ്ങളെ ഒറ്റപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാലമൊന്നും ഭരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും അത് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടെങ്കിലും സിസിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈജിപ്തിന്റെ അതിർത്തി ഭാഗങ്ങളിൽ ആ ഭാഗങ്ങളിൽ മുഴുവനും സൈന്യരെ വിന്യസിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വന്നത്. ഇതൊക്കെ പ്രാദേശിക റിപ്പോർട്ടുകളായിട്ടും പുറത്തു വരുന്നുണ്ട്. ചില കാര്യങ്ങൾ കുറച്ചും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈജിപ്ത് ആലോചിച്ച് വരുന്നു. തുർക്കിയുമായിട്ട് ചേർന്നുകൊണ്ടും മറ്റു മുസ്ലിം രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടും ഇസ്രായേലിനെതിരെ യുദ്ധം വരികയാണെങ്കിൽ ചേർന്ന് നിൽക്കാനുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുൻനിരയിൽ തന്നെ ഈജിപ്ത് ഉണ്ടാകും എന്നുള്ള പരാമർശം ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളതിനെ ഒഴിഞ്ഞു നിൽക്കുന്നില്ല. ഇസ്രായേൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ശത്രു രാജ്യം തന്നെയാണ്. അവരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരുടെ ശല്യം ഫലസ്തീന് ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് പഴയ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അറേബ്യൻ മേഖലയിലുള്ള രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, അല്ലെ ഏകോപനത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ സിനാ തായ്വാരയിൽ നടക്കുന്ന സൈനിക വിന്യാസവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നു. ഈജിപ്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചില പത്രങ്ങൾ ചോദിക്കുന്നു. ഈജിപ്തിന് അപ്രതീക്ഷിതമായൊരു അക്രമം ഇസ്രായേൽ നടത്തുമോ എന്നുള്ളതും യഥാർത്ഥ ചോദ്യചിഹ്നമായി വന്നിരിക്കുകയാണ്. ഇതിനിടെ തന്നെ വന്നിരുന്നു
ഇസ്രായേലിന്റെ തലസ്ഥാനത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിന്റെ സൈനികർക്ക് വല്ലാത്ത സമയമൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്ന് ഒരു സൈനിക മേധാവിയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്നത് വലിയ രീതിയിൽ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. ഏതായിരുന്നാലും ഈജിപ്തും യുദ്ധ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.